ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ പ്രചാരണം കൊഴുപ്പിച്ച് ദേശീയ നേതാക്കൾ. NDA വികസനവും കോൺഗ്രസ് വിനാശവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതെ ബീഹാറിന് വേണ്ടി എന്ത് ചെയ്തെന്ന് മോദി പറയണം എന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ്, പ്രിയങ്ക ഗാന്ധി അങ്ങനെ പ്രമുഖരുടെ ദേശീയ നേതാക്കളുടെ ഒരു നീണ്ട നിര അവസാന ലാപ്പിൽ ബീഹാറിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി RJDയും കോൺഗ്രസിനെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. വഖഫ് നിയമം അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. RJD നേതാവ് തേജസ്വി യാദവിനോട് എന്തുകൊണ്ടാണ് തന്റെ പിതാവ് ലാലു പ്രസാദ് യാദവിന്റെ ഫോട്ടോ പോലും പേരുപയോഗിക്കാൻ പോലും പേടിക്കുന്നത് എന്ന പരിഹാസം നരേന്ദ്രമോദി ഉന്നയിച്ചു. അങ്ങനെ ലാലു പ്രസാദിന്റെ പേരുപയോഗിച്ചാൽ തേജസ്വിക്കെതിരെ ജനം തിരിയുമെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു. बिहारियों को गालियां देते हैं, उनको कांग्रेस ने बिहार चुनाव में प्रचार के लिए बुलाया ताकि RJD को आपके गुस्से का सामना करना पड़े. 3 കുരങ്ങന്മാരാണ് മഹാസഖ്യത്തിലുള്ളത് എന്നതായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പരിഹാസം. गांधी जी के 3 बंदरों के बारे में सुना होगा, लेकिन आज इंडी गठबंधन के 3 और बंदर आ गए. ये 3 बंदर पप्पू, टप्पू और अप्पू के नाम पर. ആളുകളെ അപമാനിക്കാനായി പ്രത്യേക വകുപ്പ് തന്നെ കേന്ദ്ര സർക്കാരിന് രൂപീകരിക്കാമെന്ന് പ്രിയങ്ക ഗാന്ധിയും വിമർശിച്ചു. വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ അടിച്ചമർത്താനുള്ള, ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്താനുള്ള രീതി അത് ബ്രിട്ടീഷ് രാജിന് തുല്യമാണ് എന്നും പ്രിയങ്ക പറഞ്ഞു. आज भी वही परिस्थिति हमारे सामने है. पहले अंग्रेजी साम्राज्य था, अब मोदी जी का राज है, जिसमें अगर आवाज उठाओगे तो पीटे जाओगे, अगर सवाल करोगे तो मारे जाओगे. ബഗുസാരിയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഒരു കുളത്തിൽ ഇറങ്ങുകയും അവരോടൊപ്പം മീൻ പിടിക്കുകയും ചെയ്ത കാഴ്ച അത് രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. താൻ മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് എന്നവരെ ബോധ്യപ്പെടുത്താനും അവരുടെ അവസ്ഥകൾ നേരിട്ടറിയാനുമാണ് താൻ അങ്ങനെ ചെയ്തത് എന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ വിശദീകരിച്ചതാണ്. പക്ഷേ അതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന രീതിയിൽ BJP ഇന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.